എല്ലാ കൂട്ടുകാർക്കും പവിത്രം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ സുരേന്ദ്രനാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയിലാണ്. ഇത് കണ്ടോ, ഞങ്ങൾ വന്ന സമയം അല്പം വൈകിപ്പോയി. 5:30 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറിയത്. പക്ഷേ ഇവിടെ 6 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അത് കാരണം പെട്ടെന്ന് കുറച്ച് ഭാഗങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നാനൂറ് വർഷത്തോളം പഴക്കമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത സ്മാരകമാണ് ബേക്കൽ കോട്ട. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട്ട് നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്ര വിസ്മയമായ ബേക്കൽ കോട്ടയിലേക്കുള്ളത്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് മുഴുവൻ ചെങ്കല്ലുകൊണ്ടാണ്. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു. നമ്മളിവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ചുറ്റും വൻ കോട്ട മതിലുകളാണ് കേട്ടോ. വൈദേശികമായ സാങ്കേതികതയോ ശില്പവിദ്യയോ കാര്യമായി ഉപയോഗിക്കാതെ തദ്ദേശീയമായ അറിവിൻ്റെയും കഴിവിൻ്റെയും പിൻബലത്തിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന പ്രത്യേകത ബേക്കൽ കോട്ടയ്ക്കുണ്ട് കേട്ടോ. കാരണം അക്കാലത്ത് വിദഗ്ധമായ കൊത്തുപണികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കോട്ടയുടെ പണികൾ ചെയ്യാമായിരുന്നു. പക്ഷേ സാധാരണ വെട്ടുകല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ കോട്ട മുഴുവനായിട്ടും നിർമ്മിച്ചിരിക്കുന്നത്. ബേക്കൽ കോട്ടയുടെ പടിഞ്ഞാറുള്ള 2 ഭാഗവും അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും അമർത്തണം. എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത്. ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളുമായി ഉയർന്നു നിൽക്കുന്ന ഒട്ടേറെ നിർമ്മിതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് കോട്ടകൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോട്ടകളുള്ള രാജ്യമായിട്ടാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത്. അറബിക്കടലിൻ്റെ തീരത്തായി 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പണി കഴിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. കാഴ്ചയിലെ പ്രൗഢിക്കൊപ്പം മാറി മാറി വന്ന ഓരോ അധികാരികളും ഒരുക്കിയ പ്രതിരോധ സൗകര്യങ്ങൾ കൂടിയാണ് കോട്ടയെ കാലാകാലങ്ങളിൽ ആകർഷണ കേന്ദ്രമായി നിലനിർത്തിയതെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ജില്ലയിൽ അവശേഷിക്കുന്ന പുരാതന കോട്ടകളിൽ ഏറ്റവും വലുതും ഉചിതമായി സംരക്ഷിക്കപ്പെടുന്നതുമായ ബേക്കൽ കോട്ടയുടെ സംരക്ഷണ ചുമതല കേന്ദ്ര പുരാവസ്തു വകുപ്പിനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റുമായി വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേട്ടോ. മലബാർ പിടിച്ചെടുക്കാനുള്ള മഹത്തായ സൈനിക പര്യവേഷണത്തിന് നേതൃത്വം നൽകിയ ടിപ്പു സുൽത്താൻ്റെ ഒരു പ്രധാന സൈനിക സ്റ്റേഷനായിരുന്നു ബേക്കൽ. സമുദ്രനിരപ്പിൽ നിന്ന് 130 അടി ഉയരത്തിലാണ് ബേക്കൽ കോട്ട. കടലിനോട് ചേർന്ന് കുത്തനെയുള്ള കുന്നിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ചരിത്ര നിർമ്മിതി ഇന്ന് ജില്ലയുടെ തന്നെ മേൽവിലാസമായി നിലകൊള്ളുന്നു. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിൽ കടലിനോട് ചേർന്നുള്ള 35 ഏക്കർ സ്ഥലത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടോ, നടപ്പാതയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് വെട്ടുകല്ല് വിരിച്ചിരിക്കുന്നത് നോക്കി. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കോട്ടയ്ക്കുള്ളിൽ മനോഹരമായ പൂന്തോട്ടങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായതും അതിപുരാതനവും കാണാൻ അതിമനോഹരവുമായ ഒരു കോട്ടയാണ് ബേക്കൽ ഫോർട്ട്. പൂർണ്ണമായും ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ കോട്ട 1650-ൽ ശിവപ്പനായ്ക്ക് പണിതു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഇവിടെ നിരീക്ഷണ ഗോപുരങ്ങൾ പണി കഴിപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ടിപ്പു സുൽത്താൻ്റെ മലബാറിലെ സൈനിക ആക്രമണത്തിനിടെ കോട്ട അദ്ദേഹത്തിൻ്റെ സൈനിക താവളമായി മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കടലിനോട് ചേർന്നുള്ള 35 ഏക്കർ സ്ഥലത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുരാതനമായ കദംബ രാജവംശമാണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. തുടർന്ന് കോലത്തിരി രാജാക്കന്മാരും മൈസൂർ രാജാക്കന്മാരും കൈവശപ്പെടുത്തിയ കോട്ട ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. വെട്ടുകല്ലിൽ തീർത്ത 130 അടി ഉയരത്തിലുള്ള കോട്ടയുടെ ആകൃതി ഒരു താക്കോൽദ്വാരത്തിന് സമാനമാണ്. 12 മീറ്റർ ഉയരത്തിലാണ് മതിലുകൾ പണിതിട്ടുള്ളത്. ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ വലിയ പീരങ്കികൾ ഘടിപ്പിച്ചിരുന്ന നിരീക്ഷണ ഗോപുരങ്ങളും പടവുകളോടുകൂടിയ ജലസംഭരണിയും തെക്കുഭാഗത്തേക്ക് തുറക്കുന്ന തുരങ്കവുമാണ് കോട്ടയിൽ ഇപ്പോഴും ശേഷിക്കുന്ന വിസ്മയകരമായ നിർമ്മിതികൾ. കാഴ്ചയിലെ പ്രൗഢിക്കൊപ്പം മാറി മാറി വന്ന ഓരോ അധികാരികളും ഒരുക്കിയ
പ്രതിരോധ സൗകര്യങ്ങൾ കൂടിയാണ് കോട്ടയെ കാലാകാലങ്ങളിൽ ആകർഷണ കേന്ദ്രമായി നിലനിർത്തിയത്. കോട്ടയ്ക്ക് സമീപം ഒരു ഹനുമാൻ ക്ഷേത്രവും ടിപ്പു സുൽത്താൻ നിർമ്മിച്ചതെന്ന് കരുതുന്ന ഒരു പള്ളിയുമുണ്ട് കേട്ടോ. കോട്ടയിൽ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ ബേക്കൽ കടത്തിലെത്തേക്ക്. ഇവിടെയുള്ള നിരീക്ഷണ ഗോപുരങ്ങളിൽ നിന്ന് സന്ദർശകർക്ക് ചുറ്റുപാടുകളുടെ അതിശയകരമായ ചില കാഴ്ചകൾ ആസ്വദിക്കാം. അറബിക്കടലിൻ്റെയും മനോഹരമായ ബീച്ചുകളുടെയും ആകർഷണീയതയിൽ ഈ സ്ഥലം വരുന്ന സഞ്ചാരികൾക്ക് കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. കേരളത്തിൻ്റെ പരമ്പരാഗത ശൈലിയും സൈനിക ശൈലികളും സമന്വയിപ്പിച്ചാണ് ഈ കോട്ടയുടെ വാസ്തുവിദ്യ. വലിയ ഭിത്തികൾ, നിരീക്ഷണ ഗോപുരങ്ങൾ, നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കിടങ്ങ് എന്നിവയാണ് കോട്ടയുടെ പ്രധാന സവിശേഷതകൾ. ഇതിനോടകം വിവിധ സിനിമകൾക്ക് പശ്ചാത്തല ഭംഗി പകർന്ന ബേക്കൽ കോട്ടയും കടൽത്തീരവും ഇപ്പോഴും വിവാഹ പരസ്യ ചിത്രീകരണങ്ങളുടെ സംഘങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലമായി തുടരുന്നു. ജില്ലയിൽ അവശേഷിക്കുന്ന പുരാതന കോട്ടകളിൽ ഏറ്റവും വലുതും ഉചിതമായി സംരക്ഷിക്കപ്പെടുന്നതുമാണ് ഈ കോട്ട. ബേക്കലിലെ പ്രകൃതി ദൃശ്യങ്ങൾ ആകർഷകമാണ് കേട്ടോ. ഈ സ്ഥലത്തേക്കുള്ള സന്ദർശനം ആനന്ദകരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലുതും മികച്ചതുമായ കോട്ടയായാണ് ഇപ്പോഴും തുടരുന്നത്. ചെറുതും വലുതുമായ നിരവധി കോട്ടകൾ ഈ നാടിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം വെളിപ്പെടുത്തും. ഇന്ന് ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ് ബേക്കൽ കോട്ട. വിനോദസഞ്ചാരികൾക്ക് കോട്ടയുടെ ചരിത്രശേഷിപ്പുകൾ പര്യവേഷണം ചെയ്യാനും അറബിക്കടലിൻ്റെ വിശാലമായ കാഴ്ചകൾ ആസ്വദിക്കാനും ഇവിടെ വന്നാൽ കഴിയും. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ടിപ്പു സുൽത്താൻ്റെ ഭരണത്തിൻ കീഴിൽ കോട്ട ഗണ്യമായ വിപുലീകരണങ്ങൾക്കും നവീകരണങ്ങൾക്കും വിധേയമായി. തന്ത്രപ്രധാനമായ ഒരു സൈനിക കേന്ദ്രമായി മാറുകയായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ സൈനിക പോരാട്ടങ്ങളിൽ, പ്രത്യേകിച്ച് മലബാർ പിടിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ബേക്കൽ കോട്ട നിർണായക പങ്കുവഹിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം പ്രകൃതിയും സാംസ്കാരിക സൗന്ദര്യവും നിറഞ്ഞ ഒരു ദൈവിക സംസ്ഥാനമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കേരളം പ്രകൃതി രമണീയമായ കടലും പർവ്വതക്കാഴ്ചകളും മാത്രമല്ല, എല്ലാ സീസണുകളിലും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പാരിസ്ഥിതിക വൈവിധ്യവും നൽകുന്നു. ഉഷ്ണമേഖലാ പ്രദേശമായതിനാൽ കേരളം നിത്യഹരിത വിനോദസഞ്ചാര കേന്ദ്രമാണ്. കോട്ടയെയും കടലിനെയും അഭിമുഖീകരിക്കുന്ന മനോഹരമായ ഒരു നടപ്പാതയാണ് ഈ പാർക്കിലുള്ളത്. ബേക്കൽ കോട്ടയിൽ ഇനി മുതൽ സന്ദർശകർക്ക് സൂര്യോദയവും സൂര്യാസ്തമയവും കാണാം. നേരത്തെ 8:30 മുതൽ 5:30 വരെയായിരുന്നു സന്ദർശന സമയം. ഇപ്പോൾ അത് രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെയായി ദീർഘിപ്പിച്ചു. രാവിലെ 6:30 പ്രവേശനം അനുവദിച്ചു തുടങ്ങുമെങ്കിലും വൈകിട്ട് 5:55 വരെ ആയിരിക്കും കോട്ടയിൽ പ്രവേശനം അനുമതി. പ്രവേശന ടിക്കറ്റ് 5:55 മുൻപ് എടുക്കണം. അസ്തമയം കണ്ട ശേഷം 6:30 തന്നെ പുറത്തിറങ്ങണം. കടലിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നിരീക്ഷണ ഗോപുരം പ്രദാനം ചെയ്യുന്നത്. ഇവിടുത്തെ സൂര്യാസ്തമയം അതിമനോഹരമാണ്. ചരിത്രത്തിൽ ആഴ്ന്നിറങ്ങുന്ന ഈ കോട്ട ചരിത്രപ്രേമികൾക്ക് ഒരു യഥാർത്ഥ വിരുന്നാണ്. കാരണം ഇത് നിരവധി രാജ്യങ്ങളുടെ ശക്തി കേന്ദ്രമായിരുന്നു. സംസ്ഥാനത്തിന് സമ്പന്നമായ ഒരു സംസ്കാരവും പാരമ്പര്യവുമുണ്ട്. നിങ്ങളിവിടെ യാത്ര ചെയ്യുമ്പോൾ സാക്ഷ്യം വഹിക്കാനും പര്യവേഷണം ചെയ്യാനുമുള്ള ഒരു വിരുന്നാണ്. ചരിത്രത്തിൻ്റെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സമ്പൂർണ്ണ സമന്വയം കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള അത്തരത്തിലുള്ള ഒരു ലക്ഷ്യസ്ഥാനമാണ് ബേക്കൽ കോട്ട. ഒരു വശത്ത് പച്ച താഴ്വരകളും മറുവശത്ത് അറബിക്കടലും ഉള്ള ഒരു കോട്ടയാണ് ബേക്കൽ. മിക്ക ഇന്ത്യൻ കോട്ടകളെയും പോലെ ബേക്കൽ കോട്ടയുടെ ചരിത്രവും ശ്രദ്ധേയമായ സംഭവങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം കാസർഗോഡ് ജില്ല ഔദ്യോഗികമായി കേരളത്തിൻ്റെ ഭാഗമായി. കോട്ട കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിലായി. പിന്നീട് 1992 സംസ്ഥാനത്തിൻ്റെ ടൂറിസം പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി കോട്ടയെ ഒരു പ്രത്യേക ടൂറിസം മേഖലയായി തരംതിരിച്ചു. തദ്ദേശീയമായ മലബാർ ശൈലിയുടെയും വിദേശ സ്വാധീനത്തിൻ്റെയും സമ്മിശ്രമാണ് ബേക്കൽ കോട്ടയുടെ വാസ്തുവിദ്യ. പടികളുള്ള വാട്ടർ ടാങ്ക്, മാഗസിൻ മുറികൾ, ഹനുമാൻ ക്ഷേത്രം എന്നിവ കോട്ടയുടെ പ്രത്യേകതയാണ്. നിരീക്ഷണ ഗോപുരങ്ങൾ, ചുറ്റുമുള്ള ഭൂപ്രകൃതി, അറബിക്കടൽ, അടുത്തുള്ള ബീച്ചുകൾ എന്നിവയുടെ വിശാലമായ കാഴ്ചകൾ നൽകുന്നു. ഭൂതകാല ചരിത്രവും വാസ്തുവിദ്യാ മഹത്വവുമുള്ള ബേക്കൽ കോട്ട മലബാർ മേഖലയുടെ ചരിത്രത്തെ രൂപപ്പെടുത്തിയ ഭരണാധികാരികളുടെ പ്രതിരോധത്തിൻ്റെയും തന്ത്രപരമായ ദീർഘവീക്ഷണത്തിൻ്റെയും ജീവിക്കുന്ന തെളിവായി അവശേഷിക്കുന്നു. ഈ ചരിത്ര വിസ്മയം സന്ദർശിക്കുന്നത് ഭൂതകാലത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ച മാത്രമല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക നെയ്ത്തുമായി അഗാധമായ ബന്ധവും നൽകുന്നു.
ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. 1791 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി. 1992 കേന്ദ്ര സർക്കാർ പ്രത്യേകം ടൂറിസം മേഖലയായി ഇത് പ്രഖ്യാപിച്ചു. അഷ്ടാകൃതിയിലുള്ള കോട്ടയിൽ 17 കിണറുകളും ആയുധപ്പുരകളും കടലിലേക്ക് തുറക്കുന്ന തുരങ്കപാതയും കാണാം. 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിലധികം ഉയരവുമുള്ള നിരീക്ഷണ ഗോപുരം പ്രധാന ആകർഷണമാണ്. കോട്ടയിൽ നിന്നുള്ള കടലിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും മനോഹര ദൃശ്യങ്ങൾ ഇവിടെ നിന്നും നമുക്ക് ഒപ്പിയെടുക്കാം. കടലിലൂടെയും കരയിലൂടെയുമുള്ള ശത്രുക്കളുടെ ചെറു നീക്കങ്ങൾ പോലും ഈ നിരീക്ഷണ ഗോപുരത്തിലൂടെ കാണുവാൻ സാധിക്കും. പടയോട്ടങ്ങൾക്ക് ചരിത്ര സാക്ഷിയായ ബേക്കൽ കോട്ട നൂറ്റാണ്ടുകളുടെ മഹനീയ ചരിത്രവും പഴമയും പ്രൗഢിയുമായി ഇന്നും തലയുയർത്തി നിൽക്കുകയാണ്. ബേക്കൽ കോട്ടയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും അമർത്തണം. എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പുതുപുത്തൻ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.